അതെ, ഈ പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഷയങ്ങളുണ്ടായിരുന്നു. എന്ത് വിഷയം? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അതിലെന്ത് വിഷയം? അതിലൊരു വിഷയമില്ലെന്ന്. മുനിസിപ്പാലിറ്റി എല്ലാ മുനിസിപ്പാലിറ്റികളും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അവരും ചെയ്തിട്ടുള്ളൂ. അതിനെ വിഷയമാക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണത്. അല്ലാതെ അതിനപ്പുറത്ത് അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഇതുവരെ അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയതായിട്ട് അങ്ങനെ പതിവില്ല. അത്തരത്തിലുള്ള മാർച്ച് ഇന്നലെ DCC ഇഷ്ടം പോലെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക്, അതുപോലെ KPCC ആസ്ഥാനത്തേക്കൊക്കെ പലതരത്തിലുള്ള മാർച്ചുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാരായതുകൊണ്ടാണ്. അവിടെ ആരാ ഇത് പറയുന്നത്? DYFIക്കാരാ, യൂത്ത് കോൺഗ്രസ്സുകാരാ. അവരൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരാണ്. അപ്പോൾ അവർക്കത് അറിയില്ല. അല്ലാതെ ഇതിലൊന്നും വലിയ സംഭവമല്ല. ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ പറയുന്നത് തിരിച്ച് അങ്ങോട്ടൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ലെന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഭരണകക്ഷിയുടെ യുവജന സംഘടനയും കോൺഗ്രസിൻ്റെ യുവജന സംഘടനയും അവിടെ മത്സരിച്ചു വന്ന് ഈ അക്രമങ്ങളും പേക്കൂത്തുകളെല്ലാം കാണിച്ചത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളുണ്ടാവും. നമ്മുടെ കേരളത്തിൽ അത് എപ്പോഴും ഒരു നടപ്പുള്ള കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പൊതുവെ എല്ലാവരും അതിനോട് വിയോജിപ്പിച്ച് CPM-ൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. ഈ വെള്ളാപ്പള്ളി BJP-യും CPM ആയിട്ടുള്ള അന്തർധാരയുടെ പാലമാണെന്നുള്ളൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അല്ല, അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്? അല്ല, BJP CPM ആണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. CPM ഓരോ സമയത്തും ഓരോ നിലപാടാണ് എടുക്കുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നിലപാടാണ് എടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ മോശക്കാരനാണെന്നാണ്. അദ്ദേഹം RSSൻ്റെ നാവാണെന്നാണ്. ആണോ? ഞങ്ങൾ ഒരു കാലത്തും സമുദായ നേതാക്കളെ അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. CPM അവരുടെ നിലപാടനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ ലാഭം അനുസരിച്ച് ഓരോ കാലത്തും ഓരോന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, BJP നേതാക്കളോടല്ല ചോദിക്കേണ്ടത്, AKG സെൻറ്ററിൽ പോയിട്ട് ഗോവിന്ദനോടാണ് ചോദിക്കേണ്ടത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടാണ് CPM അധികാരത്തിൽ വന്നതെന്നാണ് പൊതുവെ BJP നേതാക്കൾ ഉൾപ്പെടെ ആരോപിച്ചത്. ഇത്തവണക്ക് 3ാം തവണയ്ക്ക് ഒരു ഹിന്ദു പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയത്. 3ാമത്തെ തവണ കിട്ടുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞ്? 3ാമത്തെ തവണയൊന്നും കിട്ടാൻ പോകില്ലെന്ന്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തടിസ്ഥാനത്തിലാണ് 3ാം തവണ കിട്ടാൻ പോകുന്നത്? അതൊക്കെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. അങ്ങ് പ്രസിഡന്റ് സ്ഥാനം മാറിയപ്പോൾ പുതിയ പോസ്റ്റ് എന്തെങ്കിലും നന്ദിയുണ്ട് ഈ ചോദ്യത്തിന്. അത് ചോദിക്കാം. അതായത് ബ്രദർഹുഡിൻ്റെയും ഹമാസിൻ്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മുസ്ലിം സംഘടനകൾ പോലും, ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ബോധപൂർവം കേരളത്തിൽ കലാപം ഉണ്ടാക്കാനാണ് ഹമാസ് തലവൻ്റെയും അതുപോലെ ബ്രദർഹുഡ് തലവൻ്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത്. അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് CPM-ഉം സർക്കാരും എടുക്കുന്നത്. പ്രതിപക്ഷവും അതിന് കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണം.